അത് പറ്റത്തില്ല. എന്തടി പറ്റിയ നുണച്ചിപ്പാറു? അപ്പച്ചി പറയുന്ന കേട്ടാൽ മതി. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നന്ദനും മണിയും കേൾക്കുന്നത് ഗൗതമിൻ്റെയും പാറുവിൻ്റെയും തല്ലാണ്. കൂടെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ചിരിയും കേൾക്കാം. നന്ദൻ മണിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിയതും നന്ദനെയും മണിയെയും കണ്ട് പെട്ടെന്നുള്ള ബോധത്തിൽ ഗൗതവും പാറുവും എണീറ്റുപോയി. പിള്ളേർക്ക് പേടി ഇതുവരെ തീർന്നിട്ടില്ല. അയ്യ എന്താ ബഹുമാനം, നിന്ന കാല് കഴിക്കണ്ട, ഇരി. നന്ദൻ ആക്കി പറഞ്ഞുകൊണ്ട് സോഫയിൽ കയറി മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടന്നതും ഗൗതവും പാറുവും ചമ്മി ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. മണി നന്ദൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെയായിരുന്നതും നന്ദൻ കാലെടുത്ത് അവളുടെ മടിയിൽ കയറ്റി വെച്ചു. മണി മെല്ലെ കാലിലൂടെ തൊട്ടുഴിഞ്ഞു. നന്ദ, ഞങ്ങൾ പറയുകയായിരുന്നു പാറുവിൻ്റെയും മണിയുടെയും കല്യാണം അങ്ങ് നടത്താമെന്ന്. അച്ഛനാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. അതിനെന്താച്ചാ നമുക്ക് നടത്താന്നേ, എല്ലാം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നന്ദൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. മണി അവനെ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല പ്രശ്നം. ഇവരെല്ലാവരേക്കാളും മൂത്തത് നീയാ. അതും പോരാഞ്ഞ് ഗൗതമിൻ്റെ ആണെങ്കിൽ മണിയുടെ വിവാഹം കഴിയാതെ പറ്റില്ല താനും. ആദ്യം നിങ്ങൾ രണ്ടുപേർക്കും ആളെ കണ്ടെത്തണ്ടേ? അതിൻ്റെതായ ഒരുക്കങ്ങളെല്ലാം വേണം. കൂടെ അമ്മയുടെ വാക്കുകൾ കേട്ടതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. നന്ദൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് എഴുന്നേറ്റിരുന്നതും മണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ എന്തേ പറയുന്നത്? നന്ദൻ ദേഷ്യത്തിൽ അലറി. പിന്നെ നീ വിവാഹം ഒന്നും കഴിക്കാതെ ബ്രഹ്മചാരിയായി കഴിയാന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? മോൾക്കും വേണ്ട ഒരു ജീവിതം, അല്ലാതെ നിന്നോടും കുസ്തി പിടിച്ച് ഇവിടെ തന്നെ നിൽക്കാന്ന് കരുതിയോ? അച്ഛൻ ഇടപെട്ടതോടെ നന്ദൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ കെട്ടിച്ചു കൊടുക്കാമെന്നോ? ആർക്കെങ്കിലും അല്ലല്ലോ മോനെ, എല്ലാം അന്വേഷിച്ച് തന്നെയാണല്ലോ നല്ലൊരു ചെക്കനെ. അച്ഛൻ പറഞ്ഞു തീരും മുന്നേ അവൻ ദേഷ്യത്തോടെ അച്ഛൻ്റെ മുന്നിലേക്ക് വേണ്ട എന്ന രീതിയിൽ കൈപൊക്കി. ആ നിമിഷം തന്നെ മണിയുടെ നേരേക്ക് തിരിഞ്ഞു. ഡി പറയടി ചീമക്കൊന്നേ, നിനക്ക് വേറെ കെട്ടണോടി? അവൻ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചതും മണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി. നിന്ന് മോങ്ങാതെ പറയടി എല്ലാത്തിനോടും. നിനക്ക് എന്നെ മറന്നൊരു ജീവിതം ഉണ്ടാകുമോ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ വലത് കൈ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഞങ്ങൾക്ക് ഇയാളെ മതി. നന്ദന നേരെ കൈ ചൂണ്ടിക്കൊണ്ടുള്ള അവളുടെ പറച്ചിലിൽ നന്ദനൊന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ചതും എല്ലാവരുടെയും കൂട്ടച്ചിരിയാണ് അവിടെ മുഴങ്ങിക്കെട്ടത്. രണ്ടുപേരും ഒരുപോലെ തല ഉയർത്തി ചെറിയ ഞെട്ടലിൽ മുന്നോട്ട് നോക്കിയതും എല്ലാവരും ചിരി കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പെടുകയായിരുന്നു. പാറുവാണേൽ രണ്ടുപേരെയും നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് വീണ്ടും വാവുതി ചിരിച്ചു. ഇതിങ്ങനെ വരുമെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു. എന്തൊക്കെയായിരുന്നു, കണ്ടാൽ അടികൂടുന്നു, നേരിൽ കണ്ടാൽ മുഖം തിരിക്കുന്നു, അവസാനം എല്ലാം ഇതേ ഇവിടെ തീർന്നു. എൻ്റെ ഈശ്വരാ, ഞാൻ കരുതി എനിക്ക് 4 കല്യാണം കൂടാന്ന്. ഇതിപ്പോൾ 2 ആയി ചുരുങ്ങിയല്ലോ. അമ്മയുടെ സംസാരം കേട്ട് എല്ലാവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. മണി വേഗം നന്ദൻ്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറി. എൻ്റെ മണി, നീ ഇങ്ങനെയൊരു ജീവപര്യന്തം സ്വയമേ വാങ്ങണം മോളെ. മോൾക്ക് ഇതിനേക്കാൾ നല്ല ക്ഷമയുള്ള ഒന്നിനെ കിട്ടില്ലേ? അച്ഛൻ്റെ വക കൂടി വന്നതോടെ മണിയെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. പറ്റിപ്പോയി അച്ഛാ, എന്നാലും അച്ഛൻ മനസ്സ് വെച്ചാൽ ഈ ജീവപര്യന്തം നമുക്ക് റദ്ദാക്കാന്നേ. നന്ദൻ്റെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അച്ഛനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും നന്ദൻ്റെ മുഖം വീർത്ത് കെട്ടി. എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. ഒരൊറ്റ അടിയായിരുന്നു അവളുടെ കയ്യിൽ. അതായിരുന്നു അവൻ്റെ മറുപടി. ബാക്കി എല്ലാവരും ഞെട്ടി വാ തുറന്ന് നിൽക്കുന്ന സമയം മണി ചിരിച്ചുകൊണ്ട് കയ്യിലും പിടുത്തിട്ടൊഴിഞ്ഞു. താങ്ക്സ്. ഒരാഴ്ച കിട്ടാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിപ്പോൾ ശക്തി കുറഞ്ഞുപോയി. നല്ലവണ്ണം ബൂസ്റ്റ് ഹോർലിക്സും എല്ലാം കുടിക്കണം. വേണേൽ അല്പം പ്രോട്ടീൻ പൗഡർ വാങ്ങി കുടിച്ചോ. ഇളിച്ചുകൊണ്ടുള്ള അവളുടെ സംസാരത്തിൽ ബാക്കിയുള്ളവർ ചിരി കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പെടുകയാണ്. രണ്ടും വന്നിരുന്ന ഒരടി ഉറപ്പാ. അത് വിട്, കാര്യത്തിലേക്ക് കിടക്ക്. നല്ലൊരു ദിവസം വെച്ച് എൻഗേജ്മെൻറ്റ് നടത്തണം. പിന്നെ എന്തോ പറയാൻ വന്നുകൊണ്ട് അച്ഛൻ നിർത്തിയതും അച്ഛൻ്റെ നോട്ടത്തെ പിന്തുടർന്നുകൊണ്ട് എല്ലാവരുടെയും കണ്ണെത്തി നിന്നത് നന്ദൻ്റെ കൈയൊക്കെ പിടിച്ചു നോക്കുന്ന മണിയിലാണ്. ഇനി വലിയ ഇരുമ്പ് കൊണ്ടാണോ? എന്നാലും അവൾ പിന്നെയും പിടിച്ചു നോക്കുകയാണ്. നീ അവിടെ എന്ത് മാങ്ങയടി കാണിക്കുന്നത്? പാറ ഉറക്കെ ചോദിച്ചു. അല്ല, വീട്ടിൽ വല്ല ഇരുമ്പൊലയ്ക്കുകയും മാങ്ങിയതാണോ ഇയാൾക്ക് തിന്നാൻ കൊടുക്കുന്നതെന്ന് നോക്കിയതാ. കിളി പോയുള്ള മണിയുടെ സംസാരം കേട്ട് നന്ദൻ പിന്നെ ഒന്നും മിണ്ടാൻ അനുവദിക്കാതെ വാ പൊത്തി. അച്ഛൻ പറഞ്ഞോ? അവൻ അനുവാദം നൽകിയതും അച്ഛൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. മണിയാണെങ്കിൽ അവനിൽ നിന്നും കുതറി മാറിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ഞരക്കം കേട്ടതും നന്ദൻ നോക്കുമ്പോൾ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വിടാനല്ലേ? ഇനി മിണ്ടില്ല എന്ന് ഉറപ്പ് തന്നാൽ വിടാം. അവൻ്റെ തലയിലൊക്കെ കൈവച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചതും നന്ദൻ അവൻ്റെ കൈയെടുത്തതും നല്ല ഒന്ന് തന്നെ അവൻ്റെ പുറത്തു കൊണ്ടു. എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് ഒന്നും മുഖത്ത് വരുത്താനും പറ്റില്ല. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നോട് കാലമുട. അവൾ അവന് കേൾക്കാൻ പാകത്തിന് മുഖവും കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നന്ദ നിൻ്റെ അഭിപ്രായം?
പെട്ടെന്ന് അച്ഛൻ ചോദിച്ചപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പറഞ്ഞത്. എന്താ നടന്നത് എന്ന് പോലും അറിയാത്ത ഒരുത്തൻ വായാൻ തുറന്ന് നോക്കി നിന്നുപോയി. അമ്മായിയുടെ വീട്ടിൽ പോകുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. പോയില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മണി പതിയെ ചെവിയിൽ പറഞ്ഞു. എന്തു കുഴപ്പം, പോകണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നന്ദൻ വലിയ കാര്യം പോലെ പറഞ്ഞതും മണിയും പാറും ചാടി എഴുന്നേറ്റ് പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഗൗതം നന്ദനെ ദയനീയമായി നോക്കി. നന്ദനാണേൽ അതിനാരെ ഇപ്പോൾ ഗോളടിച്ചു എന്ന മട്ടിൽ. അപ്പോൾ മക്കൾ ഇനി കോളേജിൽ പോകണ്ട, ഏട്ടൻ പറഞ്ഞത് കേട്ടാൽ മതി, പിന്നെ ചെറിയ എന്തെങ്കിലും ജോലി ഇവരൊപ്പിച്ചു തന്നോളൂ. അമ്മ പറയുന്നത് കേട്ടപ്പോഴാണ് നന്ദന് കാര്യം മനസ്സിലായത്. പാട്ടി. നന്ദൻ മണിയെ ഒന്ന് നോക്കി കണ്ണുരുട്ടി. മണിയാണേൽ അവനെ കൊണ്ട് സെൽഫ് ഗോൾ അടുപ്പിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഡാ ഗൗതമേ. മുകളിലേക്കും നോക്കി കിടക്കുന്നതിനിടയിൽ നന്ദൻ വിളിച്ചു. ഗൗതം ഒന്ന് മൂളിയതേയുള്ളൂ. നന്ദൻ നോക്കുമ്പോൾ ആൾ ഉറക്കത്തിലാണ്. നന്ദന് ചിരി വന്നു. ഏതുറക്കത്തിലും തൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ. നന്ദൻ കണ്ണുകൾ അടച്ചു കിടന്നു. നന്ദ. പെട്ടെന്ന് ഗൗതമിൻ്റെ വിളി കേട്ട് നന്ദൻ കണ്ണു തുറന്ന് അവനെ നോക്കിയപ്പോഴേക്കും കണ്ടു ആള് കണ്ണടച്ച് അതേ കിടത്താണ്. നോക്കിക്കോണേടാ എൻ്റെ മണിയെ. അവൻ്റെ ചെന്നിയിലൂടെ കണ്ണുനീര് ഒഴുകി വരുന്നത് നന്ദൻ ഒരു പകപ്പോടെ കണ്ടു. ഡാ, അറിയാൻ നോക്കുന്നു. ചെറുപ്പം തൊട്ടെ ഈ നെഞ്ചിലിട്ട് വളർത്തിയവളാ. പെട്ടെന്ന് പോകുമെന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു വേദന. ഞാൻ അവളുടെ ഏട്ടനായതുകൊണ്ടാവും അല്ലേടാ? പറയുന്നതിനോടൊപ്പം അവൻ നിറഞ്ഞ കണ്ണുകളോടെ നന്ദനെ നോക്കി. നന്ദൻ കാണുകയായിരുന്നു ആ ഏട്ടന് തൻ്റെ കുഞ്ഞു പെങ്ങളോടുള്ള സ്നേഹം. ഒരിക്കൽ പോലും അവളുടെ മുന്നിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ടിട്ടില്ല. ഇന്ന് അവൾക്ക് വേണ്ടി നിറയുന്നു. ഗൗതം, നീ മിണ്ടാതെ ഉറങ്ങാൻ നോക്കി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടടാ അവൾ ആദ്യമായി കണ്ടതും ആ കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചതൊക്കെ. അന്ന് അവൾ തൊണ്ട കീറും പോലെ കരഞ്ഞു. നല്ല രസമായിരുന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അവളെ കാണാൻ. വലുതായി വരുമ്പോഴും അവളുടെ കൈ പിടിക്കാൻ ഞാനും നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഓരോ വളർച്ചയും കൺമുന്നിൽ കണ്ട് വളർന്നവനല്ലടാ ഞാൻ. ആരെയും കൂട്ടാതെ അച്ഛനും അമ്മയും അങ്ങ് പോയപ്പോൾ എനിക്ക് കൂട്ടായ 15 വയസ്സുകാരി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വലിയ കുട്ടിയായി കല്യാണമൊക്കെ ആയി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇപ്പോഴും ഞാൻ നെഞ്ചെ കിടത്തി ഉറക്കിയിരുന്ന എൻ്റെ മണിക്കുട്ടിയല്ലേ അവള്. എന്തോ ഉറക്കം കിട്ടുന്നില്ല. അവൻ അസ്വസ്ഥതയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നന്ദൻ അവനെ നോക്കി നിന്നതേയുള്ളൂ. കിടക്കയിൽ നിന്നും എഴുന്നേറ്റതും വാതിൽ തള്ളി തുറന്ന് കയറിയ മണി ഗൗതമിനെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. അതാദ്യമേ പ്രതീക്ഷിച്ച പോലെ ഏട്ടൻ്റെയും അനിയത്തിയുടെയും ഇടയിൽ ശല്യമായി തീരാതെ നന്ദൻ കണ്ണുകൾ അടച്ചു കിടന്നു. എന്താടി, എന്തിനാ കരയണേ? അവളുടെ കണ്ണുനീർ നെഞ്ചിലേക്ക് പടർന്നതും ഗൗതം അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു. അവളിൽ നിന്നും നേർത്ത തേങ്ങലുകൾ ഉണർന്നു. എനിക്ക് കല്യാണം വേണ്ട ഏട്ടാ, എനിക്കിവിടെ ഏട്ടിട്ട് കൂടെ എന്താ മതി, എനിക്ക് പറ്റില്ല ഏട്ടനില്ലാതെ. അവളുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. ഗൗതമിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും ചുണ്ടിൽ ചെറുപുഞ്ചിരി. അപ്പോൾ ആ കിടക്കുന്ന നിന്റെ ഗഡോൽഗജനോട് നീ എന്ത് സമാധാനം പറയും? നിന്റെ റൂമിൽ കിടക്കുന്നില്ലേ ആ പാർവിനോടോ? പറ. അവൻ ചോദിച്ചതും മണി സങ്കടത്തോടെ അവനിൽ നിന്നും അടർന്നു മാറി. ഗൗതം ചിരിയോടെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഒരു വയലകലെ അപ്പുറം നിന്ന് ഏട്ടാന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ, അതും വേറെ എങ്ങും അല്ലല്ലോ, നന്ദൻ്റെ കൈകളിലേക്കല്ലേ നീ പോകുന്നേ? ഈ ഏട്ടന് സന്തോഷമല്ലേ മോളെ അത്? എൻ്റെ കുട്ടിയെ കാണാൻ തോന്നുമ്പോൾ വരാലോ. പിന്നെ നാളെ തന്നെ അല്ലല്ലോ നീ പോകുന്നേ. അതുവരെ എൻ്റെ കുട്ടിയെ ഏട്ടൻ്റെ മുന്നിൽ കണ്ണു നിറയ്ക്കരുത്. എല്ലാ സന്തോഷത്തോടെ ആയിരിക്കണം നീ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. മനസ്സിലായത് പെണ്ണെ? ഇനി കണ്ണ് തുടച്ചു പോയി ഉറങ്ങാൻ നോക്കിക്കേ. അവളുടെ നെറ്റിയിലൊന്ന് വിരൽ വെച്ച് തട്ടിക്കൊണ്ട് ഗൗതം പറഞ്ഞതും അവൾ സങ്കടത്തിലാണെങ്കിൽ കൂടി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ തലചരിച്ച് പിന്നിലേക്ക് നോക്കുന്ന മണിയെ കണ്ട് ഗൗതം തൻ്റെ സങ്കടം അവൾ അറിയാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നു. കണ്ണുകൾ അടച്ചു കിടക്കുമ്പോഴും നന്ദൻ്റെ മനസ്സിൽ തൻ്റെ കുഞ്ഞുപെങ്ങളുടെ മുഖമായിരുന്നു. ജീവനോളം സ്നേഹിച്ച അവളും പടിയിറങ്ങി പോകുമല്ലോ എന്ന ചിന്ത മനസ്സിനെ അസ്വസ്ഥമാക്കി. അവനും അറിയാമായിരുന്നു 4 പേർക്കും ഇന്ന് ഉറക്കമില്ല രാത്രിയാണെന്ന്. ഉള്ളിലെ സ്നേഹം അത് പതിയെ അണപൊട്ടി ഒഴുകുകയാണ്. അവളുമാരൊക്കെ എവിടെ അപ്പച്ചി? ചായ ഗ്ലാസും പിടിച്ച് കയ്യിലെ പത്രവുമായി തിണ്ണയിൽ കയറിയിരുന്നു കൊണ്ട് ഗൗതം ചോദിച്ചു. അമ്മയെല്ലാം ഒതുക്കി വെക്കുന്ന തിരക്കിലാണ്. മണി കുളപ്പടവിലേക്ക് പോയതാ. പാറു മുറ്റം തൂക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ തിരികെ പോകൂട്ടോ ഗൗതം. ഉത്തരത്തോടൊപ്പം തന്നെയുള്ള അവരുടെ വാക്കുകൾ കേട്ട് അവൻ പത്രത്തിൽ നിന്നും തല ഉയർത്തിയൊന്ന് നോക്കി. അച്ഛൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ടേ? പിന്നെ നിശ്ചയത്തിനും കല്യാണത്തിനെല്ലാം സമയം കുറിക്കാനും പോകണം. നിങ്ങളെ ഒന്നും വിട്ടാൽ ശരിയാവത്തില്ല എന്നാ പറയണേ. പിന്നെ നന്ദൻ്റെ സ്വഭാവം അറിയാലോ, ദേഷ്യം വന്ന ആ പെണ്ണിനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് അത് കൂടത്തേ ഉള്ളൂ. അമ്മയുടെ വാക്കുകൾക്ക് അവൻ്റെ കയ്യിൽ പുഞ്ചിരി മാത്രമായിരുന്നു ഉത്തരം. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അടുക്കള വഴി ഉള്ളിലേക്ക് കയറി വന്നത്.
അവൻ നടുവൊഴിഞ്ഞുകൊണ്ട് അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു. ഇടയ്ക്കിടെ ഗൗതമിന് നേരെ നോട്ടമെറിഞ്ഞപ്പോഴും അവൾ ചുണ്ടിലെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പാത്രത്തിലേക്ക് ശ്രദ്ധ നൽകി. "ദീ പാറു, നീ പോയാൽ കറിക്കുള്ളത് അരിഞ്ഞു വെച്ചേ." അമ്മ പറഞ്ഞതും അവൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ഗൗതമിനെ നോക്കുമ്പോഴും അവൻ കാര്യപ്പെട്ട വായനയിലാണ്. ഇങ്ങിർക്കിനെ നോക്കിക്കൂടെ, എവിടെ പത്രത്തിൽ ആരാണവ കയറിയിരിക്കുന്നത്, ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നോക്കാൻ. പാറു ഓരോന്ന് എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ട് ക്യാരറ്റ് അറിയാൻ തുടങ്ങിയതും അവൻ അതിൽ നിന്നും കുറച്ച് വാരി വായിലേക്കാക്കാൻ നിന്നതും പാറു അവനൊരു നോട്ടമേ നോക്കിയുള്ളൂ. എടുത്തത് മുഴുവൻ അവിടെ തന്നെ ഇട്ടുപോയി. അവളെ ദേഷിച്ചുള്ള നോട്ടം പിൻവലിക്കാതെ തന്നെ അത് വാരി വായിലേക്ക് കമഴ്ത്തി. "ഡി ആർത്തി പണ്ടാരമേ, ആ വെള്ളം കൂടി വായിലേക്ക് കമഴ്ത്തടി, വെറും വയറ്റി വാരി തിന്നാൻ വന്നതവള്." ഇട്ടത് മുഴുവൻ കഷ്ടപ്പെട്ട് ഇറക്കാൻ നോക്കുന്ന പാറുവിനെ കണ്ട് ഗൗതം ഒന്ന് ശബ്ദം കൂട്ടി പറഞ്ഞതും പാറു അവനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് എന്തോ വാശിയെന്ന പോലെ അതെല്ലാം ഇറക്കി. "ദേ അമ്മ, കേട്ടില്ലേ എന്നെ ആർത്തി പണ്ടാരെന്ന്?" അവൻ പറഞ്ഞതിൽ എന്താടീ തെറ്റുള്ളത്? എപ്പോൾ നിന്നെ കാണുമ്പോഴും ബാക്കിയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഈ വെറും വയറ്റി തുള്ളി വെള്ളം പോലും ഇറക്കാതെ അതെല്ലാം വാരി തിന്ന നിന്നോട് ആരടി പറഞ്ഞത്? ഇനി മേലിൽ ഞാൻ തരുമ്പോൾ അല്ലാതെ എന്തെങ്കിലും തിന്നുന്നത് കണ്ട പോയി പുറത്തെ ബാത്റൂമിൽ വെള്ളം മുക്കി വെക്കടി. അമ്മ ചീത്ത കണക്കെ തന്നെ പറഞ്ഞതും പാറു ചുണ്ടും കുറിപ്പിച്ചുകൊണ്ട് ഗൗതമിനെ ഒന്ന് നോക്കി. ഗൗതം അവളെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കാലിൽ തന്നെ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് പുറത്തേക്ക് ഓടി. ഉള്ളിൽ നിന്നും ഡി എന്ന അമ്മയുടെ അലർച്ച അവൾ കേൾക്കുന്നുണ്ടായിരുന്നു.